കൊച്ചപ്പൻ അവിടെ കൊണ്ട് ബാഗ് വെക്ക് പ്ലീസ്. ആ ശരി. അഞ്ചാർക്ക അനിത വിളിച്ചായിരുന്നോ? ഇല്ല, ഞാൻ കുറെ നേരമായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുക, കിട്ടുന്നില്ല, സ്വിച്ച് ഓഫ് ആണ്. ചാനലായി ചോദിക്കുമ്പോ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അനന്തുവിന് ന്യൂസ് ചാനലൊക്കെ അവിടെയും കിട്ടുമല്ലോ, അപ്പൊ കാണാൻ പറ്റി കാണുമല്ലോ. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോ പറഞ്ഞോളാം. അഞ്ചാർക്ക കുഞ്ഞുങ്ങളെ ഞാൻ രാത്രിയാകുമ്പോൾ വന്ന് കൊണ്ടുവന്നോളാം. ഇനി അവരവിടെ ഇത്രയും നേരം നിൽക്കുന്നതിന് റഷിനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? താങ്ക്സ്. ശരി, ഞാൻ വിളിച്ചോളാം. മോളെ, കൊച്ചാപ്പന് വേറെ മുറിയൊന്നും ഇല്ലയോ? ഇത് കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയാന്നല്ലോ. കൊച്ചാപ്പൻ അവിടെ കിടന്നാ മതി. അപ്പൊ ആ മുറിയോ? അതിവിടുത്തെ മോള് പല്ലവി, പല്ലവിയുടെ മുറിയാ. അവളെന്തിനാ അവിടെ കയറി കിടക്കുന്നത്? ഈ നില മൊത്തം ഇനി നമ്മുടെയാ, അതിലൊരു വിട്ടുവീഴ്ചയില്ല ഇനി. കൊച്ചപ്പ, വെറുതെ ഇനി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇപ്പൊ തന്നെ ഇത്രയും വഴക്കുണ്ടാക്കിയതല്ലേ. ഇവിടെ വന്നിപ്പോ ഞാനാ പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്കുള്ളതാ. എന്താ ഇത്? ഇരുട്ടാണല്ലോ ഇത്. ഛേ, ഇതെന്തോ ഈ കുന്തമൊക്കെ ഇതിനകത്ത്? ഇതെന്തോ കുന്തരാണ്ടവാ? ഇത് കൊച്ചാപ്പന്റെ മുറിയാ. ഇവിടെ ആരുടെ ഒന്നും വേണ്ട. പോട്ടെ, ഇതും വേണ്ട. ഇതൊക്കെ ഞാൻ ഇവിടൊക്കെ പോ. അയ്യാ, അത് ശരി. അയ്യാ, ഒന്നുറങ്ങാം. അയ്യാ, ഇനി സുഖമായിട്ട് കിടന്നു ഉറങ്ങാമല്ലോ. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഈശോമിശിഹായ തമ്പുരാനേ, സമയത്തിൽ സ്വർഗയാത്ര ചെയ്യുന്നു. രണ്ടെണ്ണം അങ്ങോട്ട് വീശിയിട്ട് സുഖമായിട്ടങ്ങ് ഉറങ്ങാമല്ലോ. ഗ്ലാസ് ഉണ്ട്. ഇല്ലില്ല. ഓക്കെ. ഞാൻ പറയാം. ഓക്കെ, ശരി. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ ഏതാ? ഇത് എന്റെ റൂമാ. നിങ്ങൾ ആരാ? ഞാൻ കൊച്ചാപ്പനാ. ആരുടെ കൊച്ചാപ്പൻ? ആൻസിമോടെ പറഞ്ഞു വരുമ്പോ നിന്റെയും കൊച്ചാപ്പൻ. അതിന് നിങ്ങൾ എന്തിനാ എന്റെ റൂമിൽ കയറി താമസിക്കുന്നത്? ഇത് ഞാനും എന്റെ ഭർത്താവും താമസിക്കുന്ന റൂമാ. ഭർത്താവോ? അവൻ പിണങ്ങി പോയെന്ന് കേട്ടല്ലോ. ഭാര്യയും ഭർത്താവും ആകുമ്പോ പിണങ്ങും, അതൊക്കെ നാച്ചുറൽ ആയ കാര്യ. എല്ലാ ഫാമിലിയിലും ഉള്ളതാ. ഞാനൊന്ന് വിളിച്ചാൽ മതി ഋഷി വരാൻ. എടി കൊച്ചേ, നിന്റെ കല്യാണം ആഘോഷമായിട്ട് നടത്തിയതല്ലയോ? നിന്റെ കല്യാണത്തിന് സദ്യ ഉണ്ടതിന്റെ ചോറ് ഈ കൊക്കിന്ന് താഴോട്ട് പോയിട്ട് 2 ദിവസമായുള്ളൂ. അതിനു മുമ്പേ കെട്ടിയോൻ അങ്ങ് പിണങ്ങിപ്പോയി. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസി കുഞ്ഞമ്മ കാരണ. ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും, ഒന്ന് പോയേ, ഡിസ്റ്റർബ് ചെയ്യാതെ. ഇവിടെ കിടന്ന എന്റെ ലാപ്പും ഡ്രസ്സും ഒക്കെ എന്തിയേ? എന്ത് നോൺസെൻസ് ആയി കാണിക്കുന്നേ? കുഞ്ഞമ്മ, ആൻസി കുഞ്ഞമ്മ, ഇതൊക്കെ എടുത്തോണ്ട് പോകുന്നുണ്ടോ ഇവിടുന്ന്? ഇവിടെ നിന്ന് മദ്യപിക്കാനൊന്നും പറ്റില്ല. തോന്നിയ ദിവസം കാണിക്കുന്നോ? ഗെറ്റ് ലോസ്റ്റ്. കുഞ്ഞമ്മ, കുഞ്ഞമ്മ, കുഞ്ഞമ്മ ഇത് കണ്ടോ? എന്റെ റൂമിൽ കയറി ആകെ വലിച്ചു വാരിയിട്ടിരിക്കുന്നു. പോരാത്തത് അവിടെ നിന്ന് മദ്യപിക്കാൻ കൂടി ചെയ്യാ. എന്താ കൊച്ചപ്പ ഈ കാണിക്കുന്നേ? ഞാൻ പറഞ്ഞതല്ലേ ഇത് പല്ലവിയുടെ മുറിയാണെന്ന്. എടി കൊച്ചേ, നിന്റെ തന്തയുണ്ടല്ലോ ആ വലിയ മുതലാളി, പണ്ടൊരിക്ക് എന്നെ ഇവിടെ ഇറക്കി വിട്ടതാ. നീയല്ല, നിന്റെ തന്തയല്ല, അതിന്റെ അപ്പൂപ്പൻ തന്ത വന്നാലും ഇവിടെ ഇറങ്ങി പോകുന്ന പ്രശ്നമില്ല. ഇത് എന്നതാ ചെയ്യുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി. സോറി മോളെ, പല്ലവി റിയലി സോറി. കൊച്ചപ്പൻ ഇങ്ങനെയാ എന്റെ പപ്പയും കഴിക്കുന്നതാ, എന്നിട്ട് എന്തെങ്കിലും ഒച്ച കേൾക്കാറുണ്ടോ? കൾച്ചർലെസ് ഫെലോ. കുഞ്ഞമ്മേ, ഈ വക ആൾക്കാരുണ്ട് ഇവിടെ കേറല്ലേ? എടി കൊച്ചേ, കൂടുതലങ്ങ് പറഞ്ഞാണല്ലോ, നിന്റെ തല ചെല്ലി കുത്തും. പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? കുറെ നേരമായിട്ട് പറഞ്ഞല്ലോ, ഇറങ്ങി ഇങ്ങോട്ട്. മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. പറഞ്ഞു കേൾക്കാതെ നിന്നെ ഇതും കൂടി കൊണ്ടുപോകും. നാശം പിടിക്കാൻ.
ഇവിടെ എന്തൊരു കഷ്ടം ഇത്. ഓരോന്നും ഒന്ന് കേറിക്കോളൂ, നാശം പിടിക്കാൻ. മനുഷ്യൻ ജീവിക്കാനായിട്ട് സമ്മതിക്കത്തില്ല. കൊച്ചപ്പൻ എന്തൊക്കെയാ ചെയ്യുന്നേ? വന്ന് കേറിയപ്പോ മുതൽ എന്തിനാ കൊച്ചപ്പ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഈ കുടുംബത്തെ ആകെ ഞങ്ങളുടെ അടുത്ത് ഇത്തിരി കനിവോടെ പെരുമാറുന്ന ആ പെങ്കൊച്ച്, ആ പെങ്കൊച്ചിനെ നിങ്ങൾ എന്തിനാ കയറി ഡിസ്റ്റർബ് ചെയ്യുന്നത്? എവിടെ ചെന്നാലും ഇങ്ങനെ ഓരോ നാണക്കേടാണല്ലോ. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കയറി. ഞാൻ അകത്ത് കയറിയപ്പോ നിങ്ങൾ പുറത്തുനിന്ന് പത്തക്കാരെടുത്ത് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞതെന്ന്? ഇങ്ങനെയാണെങ്കിൽ കൊച്ചപ്പ പോയി തരുന്നല്ലേ? പോയി തരാനോ? എടീ, വന്ന വഴി നീ മറക്കരുത്. എവിടെ ചെന്നാലുവേ നാണം കെടുന്നത് ഞാനാ. നിനക്ക് വേണ്ടി ഈ മാമ മാമ എന്നുള്ള വിളിയെ ഞാൻ എത്ര നാളെ കേൾക്കുന്നെന്ന് അറിയാമോ? ഇപ്പൊ ഇവിടെയും കേട്ടു. നീ മുഖ്യമന്ത്രിയെ കാണാൻ മേളിൽ കയറിയപ്പോഴേ പത്രക്കാർ മാറ്റി നിർത്തി എന്നെ പരിഹസിച്ചത് എത്രമാത്രം നിനക്കറിയാമോ? ഓ, എന്റെ തൊലി ഉരിഞ്ഞു പോയി. എന്നിട്ട് ഞാൻ കൂടെ നടക്കുന്നില്ലേ? ദാ ഇപ്പോഴും നടക്കുക. സിനിമയിൽ അഭിനയിക്കണം എന്ന് മോഹമായിട്ട് നടന്നതേ ഞാനല്ല, നീയാ. മാധുരി ദീക്ഷിതെന്നോ മറ്റതെന്നോ മറിച്ചതെന്നോ പേര് കേട്ടപ്പോഴേ നീ അങ്ങ് നെളിച്ചു പോയി. വല്ല സിനിമാക്കാരനും വന്ന് വിളിച്ചപ്പോഴേ നിന്റെ കൂടെ വയ്യാത്ത ഞാൻ ഇറങ്ങി വന്നതേ നിനക്ക് വേണ്ടിയാ. അന്ന് തുടങ്ങിയ ഗതികേടായത്. ഹോ, ഇപ്പൊ നാട്ടിൽ ഇറങ്ങാൻ വയ്യ, വീട്ടിലും കയറാൻ വയ്യാതായി. നാണം കെട്ട് നിന്റെ കൂടെ നടക്കുന്നതിന് ഫീസ് വേറെ തരണം. ഹോ, ഇപ്പൊ കുറച്ച് കള്ളു കുടിച്ചതാ കുഴപ്പമായത്. അങ്ങനെ നാണം കെട്ടെ കൊച്ചാപ്പൻ എന്റെ കൂടെ നടക്കണ്ട. വേണ്ട, നടക്കണ്ട. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, ഒറ്റയ്ക്ക് നിന്നോളാം. എനിക്ക് ആരുടെ കൂട്ട് വേണ്ട. ഇങ്ങനെയുള്ള സഹായങ്ങളുമായിട്ട് എന്റെ ജീവിതം, ഈ ഉള്ള ജീവിതം കൂടെ നശിപ്പിക്കാനായിട്ട് നിങ്ങൾ കയറി വരായിരുന്നാ മതി കേട്ടോ. ഒന്ന് പോയിത്താ. അപ്പൊ പോണോന്നാ നീ പറയുന്നത്? പോണം. ഇവിടെ ഇപ്പൊ എന്റെയും ഈ താഴെ താമസിക്കുന്നവരുടെ മനസ്സമാധാനം പോവാതിരിക്കാനായിട്ട് കൊച്ചാപ്പ പോകുന്ന നല്ലത്. വെറുതെ കള്ളു കുടിച്ച് വയറ്റടച്ച് നടക്കുന്നു. എടി, ഇത് രണ്ട് ഓനാച്ചന്റെ കൂടപ്പറപ്പുകളാ. ഈ കൂടപ്പറന്ന് നാവടക്കി എവിടെ വെക്കണം ഞാൻ? എങ്ങോട്ട് തള്ളി വെക്കാനാ? പിന്നെ കുടി ആകെയുള്ളൊരു കൂട്ടായത്. ദണ്ണം വരുമ്പോഴേ എനിക്ക് ആകെ ഇതേ ഉള്ളൊരു മാർഗം. ഞാൻ പോവാ, പോയേക്കാം. ആഹാ, ഞാൻ പോവാ. ഇപ്പൊ എങ്ങോട്ട് പോവാ? ഇപ്പൊ ചെന്ന ബസ് ഒന്നും കിട്ടത്തില്ല. നാളെ രാവിലെ പോയാൽ മതി. പക്ഷേ ഒന്ന് നീ ചെവിയാന്ന് വിളിക്കോ. നിനക്ക് ഈ അപ്പാപ്പനെ കാണത്തുള്ളൂ. കോടികൾ സമ്പാദിക്കാൻ ബോംബെ പോയിരിക്കുന്ന നിന്റെ കെട്ടിയവനും ഈ കൊട്ടാരവും ഇവിടുത്തെ മഹാന്മാരും ഒന്നും നിന്റെ കൂടെ കാണത്തില്ല. അപ്പോഴും അപ്പാപ്പനെ നിന്റെ അവസാനം വരെ കാണത്തുള്ളൂ. അത് നീ ഓർത്തോ. ആ, അത് വലിയ വാർത്തയായില്ലേ? നാണക്കേടായില്ലേ? ആദ്യം നമ്മളെ അറിഞ്ഞുള്ളൂ, ഇപ്പൊ ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? ഞാൻ വിളിക്കാം. അശോക, ആ ഗേറ്റ് അങ്ങ് അടച്ചേക്കടാ. ശരി. കണ്ട പേപ്പട്ടികൾക്കൊക്കെ കയറി ഇറങ്ങി നടക്കാനുള്ള സ്ഥലം അല്ലിത്. भाई स्क्रिप्ट ट्रांसलेटिंग आदमी है? यस, एसपी राव। उसको 2 फिल्म करने के लिए, मतलब वो आदमी बिजी है। ठीक है, मैं ट्राई करेगा। എസ് പി റാവു ഫേമസാ. ആളുമായിട്ട് മീറ്റ് ചെയ്യാം. കുറച്ച് ബിസി ആയിരിക്കും. അപ്പോൾ നാളെ മുതൽ സ്ക്രിപ്റ്റിന്റെ കറക്ഷൻസ് തുടങ്ങാം അല്ലേ? തുടങ്ങാം. പിന്നെ ലൊക്കേഷന്റെ ലിസ്റ്റ് തരാം. എല്ലാം ഒന്ന് കണ്ടെത്തണം. അത് ഞങ്ങൾ പ്ലാൻ ചെയ്തോളാം. അതൊക്കെ കണ്ടെത്താൻ വേറെ ആളുണ്ട്. താങ്കൾ ഇതിന്റെ വൺ ഓഫ് പാർട്ണർ പൊസിഷൻ നിന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്തോളാം. സുധാകർജിക്ക് നിങ്ങളുടെ സ്ക്രിപ്റ്റും പ്രോജക്റ്റും വേണം. എഗ്രിമെന്റിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതെ, ഒരു യൂണിറ്റ് ക്യാമറ ഞാൻ വർക്ക് ചെയ്യാം. ഒന്നുമല്ലെങ്കിൽ മലയാളത്തിലൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ക്യാമറമാനല്ലേ. അതൊക്കെ സുധാകർജി തീരുമാനിച്ചോളും. നിങ്ങൾ വൺ ഓഫ് ദി പാർട്ണർ. അപ്പോഴേ നമുക്ക് ഷൂട്ട് എപ്പോൾ തുടങ്ങാൻ പറ്റും? നിങ്ങളുടെ പ്ലാനിങ് എങ്ങനെയാ? അത് നാളത്തെ മീറ്റിംഗിൽ തീരുമാനിക്കും. എങ്കിലേ എനിക്ക് നെക്സ്റ്റ് വീക്കിൽ നാട്ടിലൊന്ന് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടല്ലേ പോകാൻ പറ്റൂ. കുടുംബകാര്യങ്ങൾ അന്വേഷിക്കാനാണെങ്കിൽ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. സുധാകർജി അതിന് അനുവാദം തരുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ട് പോകണമെന്ന് സുധാകർജി തീരുമാനിക്കും. എനിക്ക് പോലൊന്നും ചെയ്യാൻ കഴിയില്ല. വൺ മിനിറ്റ്. ഹലോ. അനന്തം മുമ്പേ എത്തിയില്ലേ? ഓ സാർ, ഒരു മീറ്റിംഗില്ല. എന്ത് മീറ്റിംഗ്? അവന്റെ പെണ്ണും പിള്ളയുടെ ഒരു സിനിമ ഇന്ന് റിലീസ് ആയിട്ടുണ്ട്. അവനത് കണ്ടോ? ഇല്ല, കണ്ടില്ല. എന്താ സാർ? അതൊക്കെ ഉണ്ട്.
മലയാളം ന്യൂസ് ചാനലുകളിലെല്ലാം തകർത്ത് ഓടുകയല്ലേ. നിങ്ങൾ ആ ഫോണിങ് തന്നേ. ആ വിനീഷ് ഒരു കാര്യം ചെയ്യേ, ആ വീഡിയോ അനന്തന്റെ FB അക്കൗണ്ടിലൂടെ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യേ. ഇപ്പൊ തന്നെ ചെയ്യാനോ? ആ ഇപ്പൊ തന്നെ. ഇനി അത് വെച്ച് താമസിപ്പിക്കണ്ട. ഇപ്പൊ എന്താണ് മാഡം പ്രോബ്ലം? അതിനുശേഷം ടിവിയിലെ മലയാളം ന്യൂസ് ചാനൽ ഒന്ന് വെച്ച് കാണിച്ചു കൊടുക്ക്. അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കേ. ഓക്കെ? ഓക്കെ മാഡം. പിന്നെ ഒരു കാര്യം കൂടി, ആ മൊബൈല് പിന്നെ അവന്റെ കയ്യിൽ ഉണ്ടാവരുത്. അറ്റ് എനി കോസ്റ്റ് ആൻസിയെ വിളിക്കാൻ ഒരു ചാൻസും കൊടുക്കരുത്. അവനെ പുറത്തു വിടരുത്. പുറം ലോകമായിട്ട് ഒരു ബന്ധവും വേണ്ട 2 ദിവസത്തേക്ക്. 2 ദിവസം അങ്ങനെ പോട്ടെ. അങ്ങനെ ആ അഭിനേഷേ, അവന് തിന്നാനും കുടിക്കാനും ഒക്കെ നന്നായിട്ട് വാങ്ങിച്ചു കൊടുക്കണം. സ്മോൾ അടക്കമുള്ള സാധനങ്ങൾ. ശരി സാർ. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ മാർട്ട് വാങ്ങിച്ചു കൊടുത്തേരെ. തിന്നു കുടിച്ച് മതിച്ച് കിടക്കട്ടെ അവനവിടെ. ഓക്കെ സാർ. ആ ശരി. ആനന്ദ, നിങ്ങളുടെ ഫോൺ എവിടെ? അത് നന്നേ. ഫോണോ? അതെന്തിനാ സാർ? അത് പെട്ടെന്നെടുക്ക്. എന്നിട്ട് ആ വീഡിയോ ഓപ്പൺ ചെയ്യ്. ഏത് വീഡിയോ? നിങ്ങൾ പറഞ്ഞ് ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ. സാർ അതിപ്പോ അതിപ്പോ തന്നെ പോസ്റ്റ് ചെയ്യണം. അത് സാവകാശം ഉണ്ടെന്നല്ലേ സാർ പറഞ്ഞത്? സാവകാശം ഇല്ല. സുധാകർജി ഇപ്പം വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ തരികിടെ ഇവിടെ നടക്കത്തില്ല. നിങ്ങളുടെ ഭാര്യ കാരണം ഈ സ്ഥാപനത്തിന് എന്തുമാത്രം പേരുദോഷം ഉണ്ടായെന്നറിയോ? പക്ഷേ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണം സാർ. अबे तो भाई साहब बोल रहा हूँ ना, वैसा कर देने का। साइदा कुछ पूछने का नहीं। क्या बोल रहे हैं? अरे चुप चुप, डू इट डू इट। സാറേ അനന്ത, ജൽദി പോസ്റ്റ് ചെയ്താലേ പറ്റൂ. പ്ലീസ് ഫോൺ എടുക്ക്. അനന്ത, ഫോൺ എടുക്ക്. ഫാസ്റ്റ്. എന്തായി? ഇട്ടോ? ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞ ബിനീഷിനോട്. വിനീഷേ, ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല വിനീഷേ. ഇപ്പോഴോ? എടി, ഒരു 10 മിനിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. വന്നിട്ടുണ്ട് കേട്ടോ. വിനീഷ കിട്ടി കിട്ടി കിട്ടി. അവൻ എന്തു പറയുന്നു? അടി തുടങ്ങിയോ? 2 ദിവസത്തേക്ക് അനങ്ങരുത്. മൊബൈൽ മാറ്റിക്കണേ, ചോദിച്ചാൽ കൊടുക്കരുത്. ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ഇത് നോക്കിയേ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഉണ്ട്. മതി, ഇത് മതി. അതെ, മോളിലേക്ക് പോയി പൊളിച്ചടിക്കാലോ. അവളെ ഈ രാത്രി തന്നെ ഇവിടുന്ന് ഇറക്കണം. ആ, അത് വേണം. പക്ഷെ നമ്മളായിട്ട് ചെയ്തതാണെന്ന് തോന്നരുത് അവൾക്ക്. അല്ലെങ്കിൽ ഈ സമയത്തെ ഫേസ്ബുക്കുമായിട്ട് അങ്ങോട്ട് കയറി ചെന്നാലേ അവൾക്ക് സംശയം തോന്നില്ലേ? അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് പല്ലവി അറിയിക്കാം. ബാക്കി അവള് വഴി നമുക്ക് മൂവ് ചെയ്യാം. പല്ലവി വഴിയോ? അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നിങ്ങൾ നോക്ക്. ഞാൻ നോക്കാം. നോട്ടെ. അവരുടെ കുടുംബക്കാരും മുഴുവൻ എന്റെ സ്വത്ത് അടിച്ചു മാറ്റി. അതെ, നിങ്ങൾ ആ ഗ്രൂപ്പില് 10 പേർ കൂടി അങ്ങ് ഷെയർ ചെയ്യേ. എന്റെ കുടുംബത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തു. എന്റെ ഋഷി, അവരിവിടുന്ന് പോവില്ല. എന്നിട്ട് നീ ഇങ്ങോട്ട് വരാന്ന് വിചാരിക്കണ്ട.
അതവരുടെ കൊച്ചാപ്പൻ എന്ന് പറയുന്ന ഒരാൾ വന്ന് വഴക്കുണ്ടാക്കിയതാ. കുഞ്ഞമ്മ ഇവിടെ ഒറ്റയ്ക്കാ. കുട്ടികളെവിടെ കൊണ്ട് ആക്കിയേക്കോ എന്തോ ചെയ്തേക്കാ. ചിറ്റപ്പൻ ബോംബെയില് എന്തോ പ്രൊജക്ടിന്റെ കാര്യത്തിന്. മോളെ പല്ലവി, ദേ മമ്മി വിളിക്കുന്നുണ്ട്. മോളെ. വേണ്ട വേണ്ട, നീ ഒന്നും പറയാൻ നിൽക്കണ്ട. വന്ന് വിളിക്ക്, ഞാൻ വരാം. പല്ലവി. അതെ, കുറച്ച് ഈഗോ തന്നെയാ. ഞാൻ വെക്കാം. ഓക്കെ. പല്ലവി. എന്താ മമ്മി? അതെ, ആ ഫേസ്ബുക്ക് ഒന്ന് നോക്കി. അതിൽ അനന്തന്റെ എന്തോ വീഡിയോ വന്നിട്ടുണ്ടെന്ന്. ആരൊക്കെ കിടന്ന് പപ്പയെ വിളിച്ചോണ്ടിരിക്കുന്നു. നീ ഒന്ന് എടുത്ത് നോക്കി. മമ്മിയുടെ ഫോണില്ല? അതെ, എന്റെ ഫോണിൽ എന്തോ നെറ്റ് കണക്ട് ആവുന്നില്ല. അന്നത്തെ എന്തോ വീഡിയോ ആണെന്ന്. ഭാര്യയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിരിക്കുക. ഡിവോഴ്സിന് കൊടുത്തെന്നോ ഡിവോഴ്സ് ചെയ്തെന്നോ എന്തൊക്കെയോ. നീ അതൊന്ന് എടുത്ത് നോക്കിയേ, എന്നിട്ട് അവളെ വിളിച്ച് കാര്യം പറ ഇപ്പൊ തന്നെ. കുഞ്ഞമ്മ, കുഞ്ഞമ്മ, കുഞ്ഞമ്മ. എന്താ പല്ലവി? ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടോ? ചിറ്റപ്പൻ കുറച്ചു മുമ്പ് ഇട്ടേക്കുന്നേ. ആൻസി വർഗീസ് ശരിയല്ല, ഡിവോഴ്സ് ആവാൻ പോകുന്നൊക്കെ പറഞ്ഞിട്ട്. ഡിവോഴ്സോ? നോക്കിക്കോ. അൻസിക്ക് പല പുരുഷന്മാരുമായി വഴിവിട്ട് ബന്ധമുണ്ടായിരുന്നു. ചിറ്റപ്പൻ തന്നല്ലേ അത്? പല പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപ്പറ്റി ചോദിച്ചപ്പോഴാ പിന്നെ അവൾ എൻ്റെ ശത്രുവായി മാറിയത്. അവൾ എവിടെ പോകുന്നു, എപ്പോൾ വരുന്നു എന്നൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. അവൾ അവളുടേതായ ഒരു ഇത് ചോദിച്ചിട്ട് എന്തിനാ? ലോകം മുഴുവൻ കണ്ടില്ലേ? കഷ്ടം. ഡിവോഴ്സിന് പോവുക, ചിറ്റപ്പന്റെ സ്വത്ത് മോഹിച്ച് വന്നെന്നൊക്കെ ചിറ്റപ്പൻ പറയുന്നേ. ഇതൊക്കെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നോണ്ടാവും ബോംബെക്ക് പോയേക്കുന്നേ. നിങ്ങൾ വിളിക്കുന്നതുകൊണ്ടാവും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നേ. അനന്തൻ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നേ? ഈ ഫേസ്ബുക്കിൽ എന്തൊക്കെയാ ഞാൻ കാണുന്നേ? അത് തന്നെ എന്നെ ചോദ്യം. ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ പലതവണ എന്റെ അടുത്തും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. മനസ്സ് മാറ്റാൻ ഞാൻ നോക്കിയതുവാ. പറയാനുള്ളതും മനസ്സിലുള്ളതും അവൻ പബ്ലിക്കായിട്ട് പറഞ്ഞു. ആൻസിയുടെ മുമ്പിൽ പറഞ്ഞിരുന്നെങ്കിൽ ഈ പൊല്ലാപ്പ് അതോടുകൂടി അങ്ങ് തീർന്നേനെ. ഇനി ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്റെ കുഞ്ഞുങ്ങള് അവരോട് കാര്യം പറയല്ലേ? ഇനിയിപ്പൊ എന്തോ വിളിച്ചു ചോദിക്കാനാ? ഞാൻ വിളിക്കാം. റഷീനെ വിളിക്കുന്നേ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. നിന്റെ സാധനങ്ങൾ എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങിക്കോണം. ഇനി എന്ത് അവകാശം നിനക്കുള്ളത്? ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം. അത്യാവശ്യമുള്ളതൊക്കെ എടുത്തോ കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ചാക്കി കെട്ടി വെച്ചേക്കാം. ആരെങ്കിലും വിട്ട് എടുപ്പിച്ചാ മതി. ഇറങ്ങ്. മമ്മി രാവിലെ പോട്ടെ. ഇനിയിപ്പോ പറ്റില്ല, ഇപ്പൊ തന്നെ ഇറങ്ങണം. വന്ന് കേറിയപ്പോ അവൾ എന്തൊക്കെയാ പറഞ്ഞേ? ഭർത്താവിന്റെ വീടാണ്, ഭർത്താവ് പറയാതെ മാറില്ല, ഞാനിവിടെ പൊറുക്കൂ. കഴിഞ്ഞേ, അവകാശം കഴിഞ്ഞേ. ഞാൻ അന്നേ പറഞ്ഞതാ നീ പിഴയാണെന്ന്. അന്ന് കേട്ടില്ല അവൻ. ഇപ്പൊ കാലം കഴിഞ്ഞപ്പോ അവന് മനസ്സിലായി. ഇറങ്ങി വിടുന്ന്. ഇറങ്ങാനല്ലേ പറഞ്ഞത്? ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് നാളെ രാവിലെ പൊക്കോളാം. പോരാ, ഇപ്പൊ തന്നെ ഇറങ്ങണം. മക്കളുള്ള സ്ഥലം അറിയാലോ. പുറത്തോട്ട് ഇറങ്ങി നിന്നാലേ നിന്നെ കൊണ്ട് നടക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ചെറുപ്പക്കാര്, പിള്ളേര്. ചെല്ലടി, എടുത്തോണ്ട് ഇറങ്ങാൻ. ഇറങ്ങണല്ലേ പറഞ്ഞേ? എല്ലാം എടുത്തോണ്ട് ഇറങ്ങ്. സ്വത്ത് വാങ്ങിക്കാൻ കയറി വന്നിരിക്കുന്നു. നിന്റെയൊക്കെ പരിപാടി ഇതൊക്കെ തന്നെയാണല്ലേ? അവളുടെ ഒരു ശരണ്യാമൂർത്തി. ഇറങ്ങടി ഇവിടുന്ന്. സ്വത്ത് കൈക്കലാക്കാൻ വന്നിരിക്കുന്നു. ഇറങ്ങടി, ഇറങ്ങി ഇങ്ങോട്ട്.
എന്താ ചേച്ചി ഇവിടെ ഇരിക്കുന്നേ? അൻസർക്ക, ഞാൻ അങ്ങോട്ട് വരാം. മക്കളെ ഇന്ന് സ്കൂളിൽ വിടണ്ട. ഞാൻ ഇന്നലെ അസമയമായതുകൊണ്ടാ വിളിക്കാതിരുന്നേ. മോനെ പടിയെന്നൊന്ന് വീണായിരുന്നു. പടിയെന്നൊന്ന് തെറ്റി വീണു. അർജുനോ? അതെ. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ മോന്? കുഴപ്പമൊന്നുമില്ല. എന്റെ കുഞ്ഞിനെന്താ പറ്റിയത്? ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഏത് ഹോസ്പിറ്റലാ? സിറ്റി ഹോസ്പിറ്റലിലാ. അവളെവിടെ? മോളെവിടെ? ഇവിടെ ഉണ്ട്. ഞങ്ങൾ എല്ലാരും ഉണ്ട് കൂടെ. ഞാൻ അങ്ങോട്ട് വരുവാ. കുഴപ്പമില്ല, ചെറിയൊരു ഫ്രാക്ചറേ ഉള്ളൂ. പ്ലാസ്റ്റർ ഇട്ടാ മതി. മോന് പെയിൻ ഉണ്ടോ? ദേ, ഡോണ്ട് വറി, യു വിൽ ഗെറ്റ് വെൽ സൂൺ. ചേട്ടാ, ചേട്ടന് വേദനിക്കുന്നുണ്ടോ? അമ്മ ഇപ്പൊ വരും. അച്ഛൻ അറിഞ്ഞാണോ ഞാൻ വീണത്? അച്ഛൻ ബോംബെയിലല്ലേ. അമ്മ വരുമ്പോ അച്ഛനെ വിളിച്ചു പറയും. അപ്പൊ അച്ഛൻ അങ്ങ് വരും. ചേട്ടനിനി സ്കൂളിൽ പോകാൻ പറ്റത്തില്ലേ? നടക്കാനും പറ്റത്തില്ലേ? ഞാൻ വാക്കർ വെച്ച് നടക്കും. ആമി പാല് കുടിച്ചോ? ഇല്ല, അമ്മ ഇപ്പൊ അങ്ങ് വരും. ഇഞ്ചക്ഷൻ വേണ്ട ആന്റി, പേടിയാ എനിക്ക്. വേദനിപ്പിക്കത്തില്ല കേട്ടോ.